കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരിക്കും ചാവറ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും അവസാനത്ത് വോട്ട് വരെ എണ്ണി തീർന്നാൽ വിജയം സുജിത്താണോ ജയിക്കുന്നത് അതോ ഷിബു ആണോ ജയിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? സിനിമാ നടൻ മുകേഷിനെ കൊണ്ടുവന്നു. മുകേഷ് കൊല്ലത്തെ CPM-കാർക്ക് അത്യാവശ്യമല്ല, ആവശ്യത്തിൽ ഇത്തിരി അധികവും ചീത്തപ്പേരുണ്ടാക്കി. ചാത്തന്നൂരിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 2 തവണയും അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിപ്പോയി, BJP-യുടെ 2-ാം സ്ഥാനത്ത്. BJP ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി ഗോപകുമാറാണ്. ഇത്തവണ സഖാവ് ഐഷ പൂറ്റി തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മഹതി അവർ ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അങ്ങനെ വളരെ കൗതുകരമായ കാഴ്ചയാണ് നമ്മൾ കൊട്ടാരക്കരയിൽ കാണുന്നത്. ബാലഗോപാൽ വലിയ നേതാവാണ്, സംസ്ഥാനത്ത് ധനകാര്യമന്ത്രിയൊക്കെയാണ് എന്ന് പറയുമ്പോഴും ഈ ഐഷ പൂറ്റിയുടെ ഒരു അടക്കവും ഒതുക്കവും ശാലീനതയും വിനയമൊക്കെ കൊട്ടാരക്കരക്കാർക്ക് വളരെ ഇഷ്ടമാണ്. ഗണേഷ് കുമാറിനെ ബുദ്ധിമുട്ടിക്കുന്ന നിരവധി ഘടകങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ ഈ KB ഗണേഷ് കുമാറിനെ പത്തനംതിട്ടത്ത് തോൽപ്പിക്കുക വളരെ 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 അസാധ്യമാണ്. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ജില്ല എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലം പൊതുവെ ഒരു ഇടതുപക്ഷ പ്രാമുഖ്യമുള്ള ജില്ലയാണ്. കശുവണ്ടി തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ കേന്ദ്രമായ കൊല്ലം. ഈ കൊല്ലത്ത് നമ്മൾ ഈ മണ്ഡലങ്ങളെ 2ആയിട്ട് തിരിക്കാം. ഒന്ന് തീരപ്രദേശ മണ്ഡലങ്ങൾ, അതങ്ങ് കരുനാഗപ്പള്ളി മുതൽക്ക് ചാത്തന്നൂർ വരെ നീണ്ടു കിടക്കുകയാണ്. അതാണ് കയർ മേഖല, അതുപോലെ കശുവണ്ടി മേഖല. ഈ സാധാരണക്കാരായ തൊഴിലാളികളുടെ ഫാക്ടറി തൊഴിലാളികളുടെയൊക്കെ കേന്ദ്രമായിട്ടുള്ള പ്രദേശമാണ്. അത് കരുനാഗപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്നു. കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് CPIയുടെ സീറ്റായിരുന്നു. ഇപ്പോഴും മത്സരിക്കുന്നത് CPI സ്ഥാനാർത്ഥിയാണ്. കരുനാഗപ്പള്ളിയിൽ നിരന്തരമായിട്ട് CPI ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അവിടെ നിന്ന് ചന്ദ്രശേഖരൻ നായർ ജയിച്ചിട്ടുണ്ട്, PS ശ്രീനിവാസൻ ജയിച്ചിട്ടുണ്ട്, പല പ്രമുഖന്മാരും ജയിച്ചിട്ടുണ്ട്. നമ്മുടെ C ദിവാകരൻ 2 തവണ ജയിച്ചു. അങ്ങനെ ജയിച്ചുകൊണ്ടേയിരുന്ന കരുനാഗപ്പള്ളി സീറ്റിൽ കഴിഞ്ഞ തവണ CR മഹേഷ് മത്സരിച്ചു. അത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി CR മഹേഷായിരുന്നു. മഹേഷ് ഇത്തവണയും മത്സരിക്കും. ഇത്തവണ മഹേഷിൽ നിന്ന് ആ സീറ്റ് CPI തിരിച്ചു പിടിക്കും എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു ചോദ്യമല്ല. അവിടെ മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് MS താര മുമ്പ് കരുനാഗപ്പള്ളി MLA ആയിരുന്ന BM ഷെറീഫിൻ്റെ മകളാണ്. മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരിയാണ്. കൊല്ലത്തെ അഭിഭാഷകയാണ്. പൊതു രംഗത്ത് തിളങ്ങി നിൽക്കുന്ന വനിതയാണ്. വനിതാ കമ്മീഷൻ മെമ്പറായിരുന്നു. അങ്ങനെ പൊതുവെ കുടുംബ പാരമ്പര്യമുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. പക്ഷേ മഹേഷിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കരുനാഗപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് ചവറയാണ്. ചവറ നമുക്കറിയാം, ബേബി സാറിൻ്റെ മണ്ഡലമായിരുന്നു. സ്ഥിരമായിട്ട് ബേബി ജോൺ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന ചവറ മണ്ഡലത്തിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഷിബു ബേബി ജോൺ ജയിച്ചു. പിന്നെ ഒരു തവണ പ്രേമേന്ദ്രൻ മത്സരിച്ചു, ഷിബുവിനെ തോൽപ്പിച്ചു. അടുത്ത തവണ ഷിബു പ്രേമേന്ദ്രനെ തോൽപ്പിച്ചു, ഷിബു മന്ത്രിയായി. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള മണ്ഡലമുണ്ട്. പിന്നെ 2 RSP നമ്മൾ യോജിച്ചതിന് ശേഷം ഷിബു വീണ്ടും മത്സരിച്ചു. പക്ഷേ ഷിബു ജയിച്ചില്ല. ഷിബുവിനെ തോൽപ്പിച്ചത് വിജയംപിള്ളയായിരുന്നു. വിജയംപിള്ള ഒരു കാലത്ത് RSP ആയിരുന്നു, പിന്നെ കോൺഗ്രസ്സായി, പിന്നെ CMP ആയി. അങ്ങനെ പല പല പാർട്ടികൾ മാറി അവസാനം മാർക്സിസ്റ്റ് സ്വതന്ത്രനായിട്ട് ചവറയിൽ അവതരിച്ചതാണ്. വിജയംപിള്ള ജയിച്ചു, ഷിബു തോറ്റു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വിജയംപിള്ള മരിച്ചു. വിജയംപിള്ളയുടെ മകൻ സുജിത്ത് വിജയംപിള്ളയുമായിട്ട് ഷിബു വീണ്ടും മത്സരിച്ചു. ഷിബു പരാജയപ്പെട്ടു. സുജിത്ത് വിജയംപിള്ളയാണ് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA. ഇത്തവണ സുജിത്ത് വിജയംപിള്ള വീണ്ടും മാർക്സിസ്റ്റ് സ്വതന്ത്രനായിട്ട് അംഗം കുറിച്ചിരിക്കുകയാണ്. വലിയ മത്സരം നടക്കാൻ പോകുന്ന, കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരിക്കും ചാവറ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും അവസാനത്ത് വോട്ട് വരെ എണ്ണി തീർന്നാൽ വിജയം സുജിത്താണോ ജയിക്കുന്നത് അതോ ഷിബു ആണോ ജയിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? തൊട്ടപ്പുറത്തുള്ള മണ്ഡലമാണ് കുണ്ട്ര പണ്ട് MA ബേബിയും മറ്റുമൊക്കെ ജയിച്ചിരുന്ന സീറ്റാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് കുണ്ട്ര ജയിക്കുന്ന UDF ജയിക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും LDF ജയിക്കുമ്പോൾ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയും മാറി മാറി ജയിച്ചിരുന്ന മണ്ഡലമാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഈ സീറ്റിനുണ്ടായിരുന്നു. പക്ഷേ പുനർവിഭജനത്തിന് ശേഷം ഇതിൻ്റെ മാർക്സിസ്റ്റ് സ്വഭാവം വർദ്ധിച്ചു. അങ്ങനെയാണ് നമ്മുടെ MA ബേബിയും തുടർന്ന് മേഴ്സിക്കുട്ടി അമ്മയും വീണ്ടും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ തവണ വീണ്ടും അട്ടിമറി സംഭവിച്ചു. അവിടെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായിട്ട് വിഷ്ണുനാഥ് അവതരിച്ചു. വിഷ്ണുനാഥ് ജയിച്ചു. വിഷ്ണുനാഥ് വീണ്ടും മത്സരിക്കുന്നു. വിഷ്ണുനാഥ് നേരത്തെ ചെങ്ങന്നൂരിനാണ് പ്രതികരിച്ചിരുന്നെങ്കിലും അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥലം
വിഷ്ണുനാഥ് തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. തൊട്ടടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുള്ളൂ. കൊല്ലം RSPയുടെ ഒരു കോട്ടയും കൊത്തളവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലങ്ങളായിട്ട് മത്സരിക്കുന്നത് CPM ആണ്. അവിടെ PK ഗുരുദാസൻ 2 തവണ ജയിച്ചു. പിന്നെ ഗുരുദാസനെ മാറ്റി. ഗുരുദാസൻ അത്ര പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ നടൻ മുകേഷിനെ കൊണ്ടുവന്നു. മുകേഷ് കൊല്ലത്തെ CPMകാർക്ക് അത്യാവശ്യമല്ല, ആവശ്യത്തിൽ ഇത്തിരി അധികവും ചീത്തപ്പേരുണ്ടാക്കി. ഇത്തവണ ഏതായാലും മുകേഷിന് സീറ്റില്ല. മുകേഷ് മത്സരിച്ച കാലത്ത് 8-5 തീരുമാനവും. അതുകൊണ്ട് മുകേഷിനെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാറ്റം എന്ന് വെച്ചാൽ ബിന്ദു കൃഷ്ണ വീണ്ടും മത്സരിക്കുന്നു. ബിന്ദു കൃഷ്ണ കൊല്ലം മണ്ഡലത്തിലെമ്പാടും സുപരിചിതയാണ്. അവർ എല്ലാ ചാവടിയന്തരത്തിനും, എല്ലാ കല്യാണത്തിനും, ചോറൂണിനും, എന്ത് പരിപാടിക്കും, മുറുക്കാൻകടയുടെ ഉദ്ഘാടനത്തിനൊക്കെ അവതരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് തൃപ്പൂണിത്തുറയിൽ K. ബാബു എന്ന പോലെ കൊല്ലത്ത് ഇപ്പോൾ ബിന്ദു കൃഷ്ണ വളരെ വളരെ ജനകീയമാണ്. അതാണ് അവരുടെ അഡ്വാൻറ്റേജ്. പിന്നെ ഇടതുപക്ഷ മണ്ഡലമാണ് എന്ന ഒരു മേൽക്കൈ വേണമെങ്കിൽ CPMന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനും അപ്പുറത്തുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇരവിപുരമാണ്. ഇരവിപുരം RSPയുടെ ഒരു കോട്ടയായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് RSPയുടെ എന്ന സീറ്റ് വഴുതി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രാവശ്യം അവിടെ മുസ്ലിം ലീഗിൻ്റെ PKK ബാവ മത്സരിച്ച് ജയിച്ചു. പിന്നീട് RSPയിലെ AA അസീസ് മത്സരിച്ചു, 2 തവണ ജയിച്ചു. പിന്നീട് ഈ RSP ലയനത്തിൻ്റെ ഒരു വലിയ ഇരയാണ് അസീസ്. പിന്നീട് CPM സ്ഥാനാർത്ഥി നൗഷാദ് 2 തവണ ജയിച്ചു. RSP 2 തവണ പരാജയപ്പെട്ടു. ഇത്തവണ വീണ്ടും RSP ഒരു യുവ സ്ഥാനാർത്ഥിയെ നിർത്തിയ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ നൗഷാദ് വളരെ പോപ്പുലറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സകല അടവുകളും അഭ്യാസങ്ങളും ഉണ്ട്. നൗഷാദിനെ തോൽപ്പിക്കാത്ര എളുപ്പമല്ല. പിന്നെ UDF തരംഗമാണ്. അതിൻ്റെ ഒരു സൗകര്യം RSPയുടെ സ്ഥാനാർത്ഥി ശ്യാമിനുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയൊന്നും വച്ച് പുലർത്തേണ്ടതില്ല. തീരപ്രദേശത്തുള്ള അവസാനത്തെ മണ്ഡലം എന്ന് പറയുന്നത് ചാത്തന്നൂരാണ്. ചാത്തന്നൂർ ഒരു കാലത്ത് CV പത്മരാജൻ വക്കീലും CPIയുടെ P. രവീന്ദ്രൻ സാറും മാറി മാറി ജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. UDF ജയിക്കുമ്പോൾ പത്മരാജൻ ജയിക്കും, LDF ജയിക്കുമ്പോൾ രവീന്ദ്രൻ ജയിക്കും. ഇതാണ് സ്ഥിതി. പിന്നീട് പത്മരാജൻ വക്കീലിൻ്റെ ശിഷ്യനായ അനിരുദ്ധൻ CPI സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അവതരിക്കും. അദ്ദേഹം ആ സീറ്റ് ഏതാണ്ട് കൈക്കലാക്കി വെച്ചു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം പ്രതാപവർമ്മ തമ്പാൻ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നീട് അത് CPIയുടെ സീറ്റായിട്ട് LDFൻ്റെ സീറ്റായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ 3 തവണയും ചാത്തന്നൂരിൽ നിന്ന് ജയിച്ചത് CPIയുടെ ജയലാലാണ്. ഇത്തവണ ജയലാലില്ല, അതിന് പകരം R. രവീന്ദ്രനാണ് മത്സരിക്കുന്നത്. അപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥി വരും. ചാത്തന്നൂരിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 2 തവണയും അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിപ്പോയി, BJPയുടെ 2-ാം സ്ഥാനത്ത്. BJP ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഗോപകുമാറാണ്. അദ്ദേഹം അവിടെ SNDP യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. ഇപ്പോഴും പ്രസിഡൻ്റാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ BJP അവതരിപ്പിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി മരിച്ചുപോയ തോപ്പിൽ രവിയുടെ മകൻ സൂരജ് രവിയാണ്. അങ്ങനെ ഒരു ത്രികോണ മത്സരം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ചാത്തന്നൂർ ഇത്തവണ ആര് ജയിക്കും എന്നറിയാനായിട്ട് നമ്മൾ വോട്ടെണ്ണി തീരുന്നവരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അത്ര വലിയ മത്സരമാണ് അവിടെ നടക്കുന്നത്. ചാത്തന്നൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണ്ഡലം എന്ന് പറഞ്ഞാൽ കുന്നത്തൂരാണ്. കുന്നത്തൂർ പട്ടികജാതി സംവരണ മണ്ഡലമാണ്. അവിടെ കാലാകാലങ്ങളായിട്ട് RSPക്കാരാണ് ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും RSPക്കാരനാണ്. 2 സ്ഥാനാർത്ഥികളും RSPക്കാരാണ്. ഒന്ന് സ്വയം പ്രഖ്യാപിത RSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കോവൂർ കുഞ്ഞുമാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ മത്സരിക്കുന്നു. കുഞ്ഞുമാൻ ഒരുപാട് കാലമായിട്ട് കുന്നത്തൂരിൽ നിന്ന് ജയിക്കുന്ന ആളാണ്. ഇത്തവണയും പുള്ളി അംഗം കുറിക്കുന്നു. കുഞ്ഞുമാനെക്കുറിച്ച് ആർക്കും ഒരു ആക്ഷേപം പറയാനില്ല. കുഞ്ഞുമാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. ആർക്കും പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവിവാഹിതനാണ്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണ്. ആർക്കും അദ്ദേഹത്തോട് ഒരു വിരോധത്തിന് കാരണമില്ല എന്നുള്ളതാണ് കുഞ്ഞുമോൻ്റെ വിജയരഹസ്യം. ഇത്തവണ UDF തരംഗത്തിലും കുഞ്ഞുമോനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ സാധാരണ രീതിയിൽ കുഞ്ഞുമോൻ തോക്കേണ്ട ഒരു കാരണവും അവിടെ നോക്കിയിട്ട് കാണാനില്ല. അദ്ദേഹത്തിൻ്റെ എതിരാളി ഇദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള ഉല്ലാസ് കോവൂരാണ്. അദ്ദേഹം RSPയുടെ സ്ഥാനാർത്ഥിയാണ്. ഇദ്ദേഹം RSPയുടെ വിമത സ്ഥാനാർത്ഥിയാണ്. അത്ര വ്യത്യാസമുള്ളൂ. കുന്നത്തൂർ കഴിഞ്ഞാൽ പിന്നെ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര എന്ന് കേൾക്കുമ്പോൾ R. ബാലകൃഷ്ണപിള്ളയുടെ ഓർമ്മ വരും. പക്ഷേ ബാലകൃഷ്ണപിള്ളയുടെ കൊട്ടാരക്കര അല്ല ഇപ്പോഴത്തെ കൊട്ടാരക്കര. ഈ പുനർവിഭജനത്തിന് ശേഷം നെടുവത്തൂർ മണ്ഡലം ഇല്ലാതാവുകയും മാർക്സിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള ആ പ്രദേശം മുഴുവനും കൊട്ടാരക്കരയുടെ ഭാഗം വച്ചു. സഖാവ് ഐഷ പോറ്റി 3 തവണ ജയിച്ച കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ ഐഷ പോറ്റിയെ മാറ്റിയിട്ട് KN ബാലഗോപാലിനാണ് സീറ്റ് കൊടുത്തത്. ബാലഗോപാൽ പൊതുവേ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. കൊട്ടാരക്കര ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സമുദായ പിൻബലം കൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും കഴിഞ്ഞ തവണ വിജയിച്ചു. പക്ഷേ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞുപോയി. ഇത്തവണ സഖാവ് ഐഷ പോറ്റി തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മഹതി
അവർ ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അങ്ങനെ വളരെ കൗതുകരമായ കാഴ്ചയാണ് നമ്മൾ കൊട്ടാരക്കരയിൽ കാണുന്നത്. ബാലഗോപാൽ വലിയ നേതാവാണ്, സംസ്ഥാനത്ത് ധനകാര്യമന്ത്രിയൊക്കെയാണ് എന്ന് പറയുമ്പോഴും ഈ ആയിഷ പോറ്റിയുടെ ഒരു അടക്കവും ഒതുക്കവും ശാലീനതയും വിനയമൊക്കെ കൊട്ടാരക്കരക്കാർക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടും പിന്നെ UDF തരംഗമായതുകൊണ്ടും ഒരുപക്ഷെ അവർ ജയിക്കാൻ പാടില്ലായില്ല. തുല്യ ശക്തികൾ തമ്മിലുള്ള മത്സരമാണ് കൊട്ടാരക്കരയിൽ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കൊട്ടാരക്കര കഴിഞ്ഞാൽ പിന്നെ പത്തനാപുരമാണ്, അത് പ്രത്യേകം പറയേണ്ടതില്ല. പത്തനാപുരത്ത് കേരളം കാണുന്ന ഏറ്റവും വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം സാധാരണ ഇതിൽ ഗണേഷ് കുമാർ കാലത്ത് 8 തന്നെ ജയിക്കും, ഒരു ലളിതഗാനം കൂടി പാടുകയും ചെയ്യേണ്ടതാണ്. പുള്ളി അത്രയും പോപ്പുലറാണ്. 5 തവണ ജയിച്ചു, 25 കൊല്ലം പൂർത്തീകരിച്ചു. പക്ഷേ ഇത്തവണ ഈ തവാന്തകൻ ഭൂമി തലയെ ജനിച്ചു എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ട് ജ്യോതികുമാർ ചാമക്കാല പുനരവതരിച്ചിരിക്കുകയാണ്. ചാമക്കാലയ്ക്ക് ഈ ഗണേഷ് കുമാറിൻ്റെ താരപരിവേഷമൊന്നുമില്ല. അവർ സ്ഥാനാർത്ഥികൾ എന്നുള്ളതൊക്കെ അവർ തമ്മിൽ യാതൊരു തുലനവുമില്ല. പക്ഷേ ചാമക്കാല സമ്പന്നനാണ്. അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മകളെയും മകനെയൊക്കെ പ്രചരണത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവിധ അഭ്യാസങ്ങളും പുള്ളി പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗണേഷ് കുമാറിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി വരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഗണേഷ് കുമാറിനെ ബുദ്ധിമുട്ടിക്കുന്ന നിരവധി ഘടകങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ ഈ KB ഗണേഷ് കുമാറിനെ പത്തനാപുരത്ത് തോൽപ്പിക്കാൻ വളരെ 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 അസാധ്യമാണ്. ഇനി അഥവാ അങ്ങനെ ചെയ്താൽ ഈ ജ്യോതികുമാർ ചാമക്കാല ഏതാണ്ട് നെപ്പോളിയൻ്റെ വാട്ടർലൂ യുദ്ധത്തിൽ തോൽപ്പിച്ച ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൻ്റെ ഒരു നിലവാരത്തിലെത്തും. അത്ര എത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കാത്തിരിക്കാം. കൊല്ലം ജില്ലയിൽ ഇനി അവശേഷിക്കുന്ന 2 മണ്ഡലങ്ങളാണ്. ഒന്ന് പുനലൂരും മറ്റ് ചടയമംഗലം. ഈ 2 മണ്ഡലങ്ങളുടെ പ്രത്യേകത ഇത് കാലാകാലങ്ങളായിട്ട് LDF ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. CPI സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. അതിൽ പുനലൂർ സ്ഥാനാർത്ഥി അവിടെ മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായിട്ട് അവിടെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു റിബലുമുണ്ട്. അവിടെ വലിയ അട്ടിമറിക്കൊന്നും ഒരു സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ചടയമംഗലത്ത് അങ്ങനെയല്ല, ഒന്ന് പിടിച്ചു നോക്കാം. കാരണം അവിടെ സഖാവ് ചിഞ്ചു റാണിയാണ് CPIയുടെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് CPIക്കാർക്ക് തന്നെ അത്ര വലിയൊരു മതിപ്പില്ല, നാട്ടുകാർക്കും അത്ര വലിയ താല്പര്യമില്ല എന്നാണ് കാണുന്നത്. പിന്നെ ഇടതുപക്ഷക്കാരുടെ വോട്ട് പൂർണ്ണമായിട്ട് കിട്ടുകയാണെങ്കിൽ ചടയമംഗലം ജയിക്കാൻ സാധിക്കും. പക്ഷേ സാധാരണ രീതിയിൽ അത്ര എളുപ്പമല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥമായിട്ടുള്ളൂ.